ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൽ ജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് 8X സീരീസ് 2025 ഏറ്റവും ഇംപ്രൂവ് വരുന്നതാണ് യൂണിറ്റ് 8X എന്നുള്ള ഈ ഒരു ഇൻഡിപെൻഡന്റ് മോഡൽ. യൂണിറ്റ് 8X ഒരുപാട് ഇംപ്രൂവ് വേർഷൻ ആണെന്ന് പറയാൻ കാരണം ഇത് ഉപയോഗിച്ചിരിക്കുന്നത് മിനി LEDs ആണ്. മിനി LEDs പ്രത്യേകത വെച്ചാൽ നോർമൽ LED അപേക്ഷിച്ച് 40 സൈസ് മാത്രം വരുന്നുള്ള LEDs മിനി LEDs എന്ന് പറയുന്നത്. നോർമൽ LEDയേക്കാൾ ഒരുപാട് ബ്രൈറ്റ്, അതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റിയാണ് മിനി LEDs പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ടി വി എടുക്കുക എന്നുള്ള രീതിയിൽ ഒരു ടി വിയെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മോഡലിനെ കുറിച്ച് പറയാൻ പറ്റും. യൂണിറ്റ് 8X ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു വലിയൊരു എക്സ്പീരിയൻസ് തരാനുള്ള എല്ലാ ക്യാപ്പബിലിറ്റീസും ഉള്ള ടി വിയാണ്. അതിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ഇംപ്രൂവ് വെർഷൻ ആയിട്ടുള്ള ആൽഫ 8 AI പ്രോസസ്സറാണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ നമുക്ക് ഡോൾബി വിഷനും ഡോൾബി അറ്റ്മോസും ടി വി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മേലെയായിട്ട് നമുക്ക് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ടി വി കൊടുക്കുന്നത്. ഇത് ഗെയിമിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള കിഡിലെ ടി വി എന്നുള്ള രീതിയിൽ കസ്റ്റമർക്ക് ആരാണ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിഡിലായിട്ട് ടി വിയുടെ നമുക്ക് ഈ മോഡലിനെ പരിചയപ്പെട്ടാം. ഇതിനോടൊപ്പം തന്നെ ഒരു ഇംപ്രൂവ്ഡ് ടി വിക്കൊപ്പം തന്നെ റിമോട്ടിലും ഒരുപാട് സവിശേഷതകൾ ഇപ്രാവശ്യം 2025 മോഡൽ LED LG കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ 2 വർഷം മുന്നുള്ള റിമോട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ റിമോട്ടായിരുന്നു. ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയ റിമോട്ടിൽ കാണാൻ പറ്റും. ഒന്നും കൂടെ ക്യൂട്ടായി, ഒന്നും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിമോട്ടാണ് 2025 LG പരിചയപ്പെടുത്തുന്നത്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു AI ബട്ടൺ. 2025 ടി വിയിൽ നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് ഒരു ഇപ്പോൾ എല്ലാം AI കാലഘട്ടമാണല്ലോ. റോഡിലേക്ക് ഇറങ്ങിയാൽ AI ക്യാമറ മുതൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റീൽസ് വരെ ഫുള്ളി AI ആണ്. ഇതേ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ടി വിയാണ് LG പ്രാവശ്യം പരിചയപ്പെടുന്നത്. അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു റിമോട്ട് നമുക്ക് LGയുടെ കൂടെ തന്നിട്ടുണ്ട്. ഇതിനകത്തൊരു ഹോം ഹബ് ബട്ടൺ കാണാം, ഒരു നോർമൽ ഹോം ബട്ടൺ കാണാം. ഇതിലെടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ AI ബട്ടൺ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഒരു ടി വിയെ എത്രത്തോളം നമുക്ക് AI വൽക്കരിക്കും എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ് ശരിക്കും ഈ AI ബട്ടൺ. നമ്മുടെ ഓരോ കസ്റ്റമറെ അല്ലാതെ ഓരോ യൂസറെ തിരിച്ചറിയാനുള്ള കഴിവ് LG ഈ ഒരു AI ബട്ടണിനോട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് പ്രൊഫൈൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തേക്കാൻ പറ്റും. അതായത് എനിക്കൊരു പ്രൊഫൈൽ, ഇപ്പോൾ എൻ്റെ ഒരു വീട്ടിലത്തെ കേസ് നോക്കുമ്പോൾ എനിക്കൊരു പ്രൊഫൈൽ, എൻ്റെ വൈഫിൻ്റെ ഒരു പ്രൊഫൈൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു അച്ഛനൊരു പ്രൊഫൈൽ, ഇങ്ങനെ ഓരോ പ്രൊഫൈൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള കണ്ടന്റ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുട്ബോളാണ് വിചാരിക്കുക. എൻ്റെ വൈഫിന് ഇഷ്ടം ചിലപ്പോൾ ഹിന്ദി സോങ്സ് ആവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് AI കൺസേർട്ട് എന്നുള്ള ഫീസ്, സ്പെസിഫൈഡ് ഫീസിൻ്റെ പേര് പറയുകയാണെങ്കിൽ AI കൺസേർട്ട് എന്നുള്ള ഫീസ് പറയുന്ന സമയത്ത് നമ്മുടെ റെക്കമെൻഡേഷൻ, ഇപ്പോൾ എൻ്റെ ഫുട്ബോൾ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അധികവും റെക്കമെൻഡേഷൻസ് ഫുട്ബോൾ ബേസ്ഡ് ആവും. ഇതിപ്പോൾ സോങ് അല്ലെങ്കിൽ പാട്ടിനോട് താല്പര്യമുള്ള ആളുടെ പ്രൊഫൈലാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാട്ടിനോടുള്ള റെക്കമെൻഡേഷൻസ് അവർ കൂടുതലായിട്ട് ചെയ്ത് തരാം. ഇത് മുന്നുള്ള ടി വികളിലൊക്കെ നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ പോയിട്ട് നമുക്ക് സെപ്പറേറ്റ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ 2025 AI റിമോട്ട് പ്രോ വന്നപ്പോൾ AI ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഇത് ആരുടെ സൗണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് അവരുടെ പ്രൊഫൈലിൽ ഓട്ടോമാറ്റിക്കലി മാറാനുള്ള സംവിധാനം കൂടെ 2025 LG ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാതെ പോയ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ, അല്ലാതെ നമുക്ക് കാണുന്ന രീതി, ചിലർക്ക് വിവിഡമായിട്ട് കൂടുതൽ താല്പര്യം, ചില ആളുകൾക്ക് നമുക്ക് എന്താവും വേറെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആവും. ഇങ്ങനെ ഓരോ സ്പോർട്സ് മോഡോ അങ്ങനെ ഓരോ ടൈപ്പിലുള്ള പിക്ചർ മോഡ്സ് നമുക്ക് താല്പര്യം. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു പിക്ചർ മോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യം LG ഇവിടെ കൊടുക്കുന്നു. നമുക്ക് ഇതിനകത്ത് പിക്ചർ മോഡിൽ പോകാനുള്ള കാണാൻ പറ്റും. പേഴ്സണലൈസ്ഡ് പിക്ചർ വിസാർഡ് എന്നുള്ള സെറ്റിംഗ്സ് ഉണ്ട്. ഇത് ഓരോ പ്രൊഫൈലിനും ബേസ് ചെയ്തിരിക്കട്ടോ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ കാണുന്ന പിക്ചർ വ്യൂസിൻ്റെ അല്ലെങ്കിൽ പിക്ചറിൻ്റെ സ്റ്റൈൽ അതിൻ്റെ എൻ്റെ വീട്ടിലുള്ള വേറെ ആൾക്കാരാണ്. അങ്ങനെ ഓരോ പ്രൊഫൈൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ പ്രൊഫൈൽസിലും ഓരോ ടൈപ്പ് പിക്ചർ വ്യൂസ് അല്ലാതെ പിക്ചർ മോഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. കമ്പനി തരുന്നതല്ലാതെ ഡിഫോൾട്ടായി തരുന്നതല്ലാതെ പുതിയ പിക്ചർ മോഡിനെ ഡിസൈൻ ചെയ്ത് വെക്കാനുള്ള സംവിധാനം LGയുടെ AI സംവിധാനം, അതായത് AI പിക്ചർ വിസാർഡ് എന്നുള്ള സ്പെഷ്യൽ ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ പിക്ചർ മോഡ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ 8 പേജസ്, ഇപ്പോൾ ഇതുപോലെ തന്നെ 8 സ്ലൈഡ്സ് ആണ്. അതിൻ്റെ ഒരു സ്ലൈഡാണത്. ഇത് നമ്മൾ കണ്ടിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഐഡിയ ചിലപ്പോൾ ഈ 2 പിക്ചർ മോഡാണെന്ന് വിചാരിക്കും. ഇത് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ 8 സ്ലൈഡ്സ്, ഒരു ലാൻഡ്സ്കേപ്പ് ആണ് കാണിച്ചത്. അടുത്ത സ്കൈനെ ബേസ് ചെയ്തിട്ടുള്ള സ്കൈനെ വാട്ടേഴ്സിന് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സീത ഫോട്ടോ ആണ് തന്നിട്ടുള്ളത്.
ഇങ്ങനെ 8 സ്ലൈഡ്സ് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ പിക്ചർ മോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ടേസ്റ്റിന് ഓക്കെ ആയിട്ടുള്ള പുതിയ മോഡ് AI സഹായിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം വരെ പിക്ചർ മോഡ് മാത്രമായിരുന്നു, ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ ടൈപ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൗണ്ട് മോഡും കൂടെ അഡീഷണൽ ക്രിയേറ്റ് ചെയ്തേക്കാം. പിക്ചറോട് പിക്ചറിനെ പോലെ തന്നെ ഒരു ടി വിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സൗണ്ട് അല്ലേ. അതായത് ഇത്രയും ഒരു അടിപൊളി എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിക്ചറിനോടൊപ്പം തന്നെ സൗണ്ടിനും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് മാത്രമാണ് സാധിക്കും. ആ ഒരു സംവിധാനം നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ LG ടി വി നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ AI-യുടെ ഏറ്റവും എല്ലാവർക്കും സുപരിചിതമായ ഒരു വെർഷനാണ് ജെമിനി. ജെമിനിയെ പോലെ തന്നെ നമുക്ക് ഒരു ടിവിയിലേക്ക് അല്ലെങ്കിൽ MS മൈക്രോസോഫ്റ്റ് മൊബൈൽ ഇത് നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളോ അല്ലാതെ നമുക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ സുഹൃത്തിനോട് ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു AI സംവിധാനം നമ്മുടെ ടി വി അതിനാണ് MS മൊബൈൽ എന്ന് പറയാം. എന്തൊക്കെ വേണമെങ്കിലും ഒരു ജെമിനിയോടോ അല്ലെങ്കിൽ ChatGPT-യോടോ ചോദിക്കുന്ന പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ടി വിയിൽ LG കൊണ്ടുവരുന്നത്. ഓരോ ടീമിലും അപ്ഡേഷൻ നിർബന്ധമാണല്ലേ, അതേപോലെ തന്നെ നമുക്ക് അപ്ഡേഷൻ അല്ല വേണ്ടത്, അപ്ഗ്രേഡേഷൻ ആണ് വേണ്ടത്. മനസ്സിലായിട്ട് LG ടി വി കൊണ്ടുവന്ന പ്രോഗ്രാം വെബ് വോയിസ് റിവ്യൂ പ്രോഗ്രാം നമുക്ക് 5 വർഷത്തേക്ക് എന്തൊക്കെ അപ്ഡേഷൻസ് പുതിയ ടി വിയിലേക്ക് 2027 പുതിയ എന്തെങ്കിലും അപ്ഡേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ മറ്റൊരു കപ്പാസിറ്റി ഉള്ള ടി വി ആയിട്ടാണ് LG ഒരു ടി വി ഡിസൈൻ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ 2027 ചിലപ്പോൾ ഈ ഒരു അടിപൊളി യൂസർ ഇന്റർഫേസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഇന്റർഫേസ് ഒക്കെ നമുക്ക് ഈ ഒരു ടി വി ആപ്ലിക്കബിൾ ആക്കാനുള്ള സംവിധാനം നമ്മുടെ LG ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 2025 QLED സീരീസിലുള്ള പുതിയ കുട്ടികൾക്കും ഡീറ്റെയിലും പുതിയ വീഡിയോയിൽ ഒന്ന് എഴുതുക.